പ്രിയമുള്ളവരെ, വചനജ്വാല 1263 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 14 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 37 അധ്യായം 12 മുതൽ 20 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവന്റെ നേരെ പല്ലിറുമ്മുകയും ചെയ്യുന്നു. എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ച് ചിരിക്കുന്നു. അവന്റെ ദിവസം അടുത്തെന്ന് അവിടുന്ന് അറിയുന്നു. ദുഷ്ടർ വാളൂരുകയും വില്ലുകുലയ്ക്കുകയും ചെയ്യുന്നു. ദരിദ്രരെ നിലം പതിപ്പിക്കാനും പരമാർത്ഥകരെ വധിക്കാനും തന്നെ. അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കും. അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം. ദുഷ്ടന്റെ ഭുജം തകർക്കപ്പെടും. നീതിമാനെ കർത്താവ് താങ്ങും. കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു. അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാവുകയില്ല. ക്ഷാമകാലത്ത് അവർക്ക് സമൃദ്ധിയുണ്ടാകും. ദുഷ്ടർ നശിക്കുന്നു. കർത്താവിന്റെ ശത്രുക്കൾ പുൽമേടുകളുടെ തഴപ്പ് പോലെയാണ്. അവർ മറഞ്ഞു പോകും. പുക മഞ്ഞു പോലെ മാഞ്ഞു പോകും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ സിറിളിനെയും മെത്തോഡിയൂസിനെയും അനുസ്മരിക്കുന്ന സുദിനമാണ്. 826-27 കാലഘട്ടത്തിൽ തെസലോണിക്കായിൽ ജനിച്ച 2 സഹോദരന്മാരാണിവർ. ലൗകിക ബഹുമാനങ്ങളും സുഖങ്ങളും പരിത്യജിച്ച് ബോസ്ഫറസിൽ ഒരു ആശ്രമത്തിൽ ചേർന്ന് ഇരുവരും വൈദികരായി. 858 ഇരുവരും കോൺസ്റ്റാന്റിനോപ്പിളിൽ പോയി മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. നിരവധി ഗാസാർമാരെ അവർ മാനസാന്തരപ്പെടുത്തി. 863 ഇരുവരും മൊറാവായിലേക്ക് തിരിച്ചു. സിറില്ലി എന്ന നാമധേയത്തിൽ ഒരു അക്ഷരമാല ഫാദർ സിറിൽ രൂപപ്പെടുത്തി. അതാണ് റഷ്യൻ അക്ഷരമാലയുടെ അടിസ്ഥാനം. മെത്തോഡിയൂസിന്റെ സഹായത്തോടെ തിരുക്കർമ്മങ്ങളും സുവിശേഷങ്ങളും സ്ലാവു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. അവിടെ നിന്ന് ഇരുവരും റോമായിലേക്ക് പോയി. അവിടെ വെച്ച് ഇരുവരും മെത്രാന്മാരായി അഭിഷേകം ചെയ്യപ്പെട്ടു. അവിടെ വെച്ച് തന്നെ സിറിൽ മരിച്ചു. മെത്തോഡിയോസ് മൊറാവിയുടെയും വന്നോണിയയുടെയും ആർച്ച് ബിഷപ്പായി വീണ്ടും നിയമിതനായി. അവിടെ ജർമ്മൻ മെത്രാന്മാരോട് ഏറ്റുമുട്ടി സ്ഥാനഭ്രഷ്ടനാക്കി ഇദ്ദേഹത്തെ ജയിലിൽ അടച്ചു. 8-ാം യോഹന്നാൻ പാപ്പ ഇദ്ദേഹത്തെ പുനഃപ്രതിഷ്ഠിച്ചു. ഉത്തര മൊറീവിയായിൽ ബൊഹീമിയരെയും പോളീഷുകാരെയും ജ്ഞാനപ്പെടുത്തി. മെത്തോഡിയൂസ് കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ച് തന്നെ മരിച്ചു. സിറിലും മെത്തോഡിയോസും അഭിമുഖം നിന്ന് ഒരു ദേവാലയം ഉയർത്തിപ്പിടിക്കുന്നതായും ചിത്രകാരന്മാർ
ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ വിശുദ്ധ സഹോദരന്മാരാണ് സ്ലാവോണിക് സഭയുടെ സ്ഥാപകന്മാർ. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ രക്തസാക്ഷിയായ വിശുദ്ധ വാലന്റൈനെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. നമുക്കേറെ സുപരിചിതമായ ഒരു നാമമാണ് വാലന്റൈൻ. ക്ലോഡിയസ് ദ്വിതീയന്റെ മതപീഡന കാലത്ത് രക്തസാക്ഷികളെ സഹായിച്ചിരുന്ന ഒരു പുരോഹിതനാണ് വാലന്റൈൻ. വിശുദ്ധ മാരിയൂസും കുടുംബവും ഇദ്ദേഹത്തിന് സഹായമായി ഉണ്ടായിരുന്നു. അവസാനം വാലന്റൈനെ അറസ്റ്റ് ചെയ്യുകയും പല മോഹന വാഗ്ദാനങ്ങളും നൽകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവ ഫലിക്കാതെ വന്നപ്പോൾ വടികൊണ്ട് അടിക്കുക, അനന്തരം തല വെട്ടുക എന്ന് ആജ്ഞാപിച്ചു. 270 ഫെബ്രുവരി 14 ശിരച്ഛേദം നടത്തി. വാലന്റൈന്റെ സ്മരണയ്ക്കായി ജൂലിയസ് പ്രഥമൻ പാപ്പ ഒരു പള്ളി പണിതു. ഫെബ്രുവരി 15 ആൺകുട്ടികൾ പെൺകുട്ടികളുടെ പേര് നറുക്കിട്ടെടുത്ത് അവരെ സേവിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആൺകുട്ടികൾക്ക് നൽകുന്ന നറുക്കിന് വാലന്റൈൻ എന്നായിരുന്നു പേര്. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ഈ സമ്പ്രദായം നിർത്തുകയും പകരം അവർ അനുകരിക്കേണ്ട വിശുദ്ധന്റെ പേര് എഴുതി കൊടുക്കുവാനും പറഞ്ഞു. പ്രിയരെ, വിശുദ്ധ സിറിലിന്റെയും വിശുദ്ധ മെത്തോഡിയൂസിന്റെയും രക്തസാക്ഷിയായ വിശുദ്ധ വാലന്റൈന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.